ശ്രീ കൃഷ്ണകുമാർ, എന്തായാലും അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അടിസ്ഥാന സുസ്ഥിര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നേറാൻ വേണ്ടി കേന്ദ്ര ബജറ്റ് ഉതകും, ജനപ്രിയ ബജറ്റാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? കേന്ദ്ര ബഡ്ജറ്റ് ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് ആശിക്കാം. എനിക്ക് നമ്മൾ ചർച്ചയിൽ വിട്ടുപോയ ഒരു കാര്യം ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം കഴിഞ്ഞ വർഷങ്ങളിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് 58%. കഴിഞ്ഞ വർഷം 57 അത് കുറഞ്ഞെങ്കിലും 52 തുടങ്ങിയ പെർസെൻറ്റേജ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ത്രീ പങ്കാളിത്തത്തിൻ്റെ. അപ്പോൾ അതിന് കഴിഞ്ഞ ബഡ്ജറ്റിൽ അതിൻ്റെ പ്രസക്തി അല്പം കുറച്ചേക്കുന്നു. പക്ഷേ അതിന് കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നീട് നമ്മൾ ചർച്ചയിൽ പരാമർശിക്കപ്പെടാതെ പോയ ഒരു കാര്യമാണ് സ്ത്രീ ശാക്തീകരണത്തിനും സ്ത്രീകളുടെ ഡെവലപ്മെൻറ്റിനും വേണ്ടി ഈ ബഡ്ജറ്റിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നു എന്നുള്ളത്. കഴിഞ്ഞ ദിവസത്തെ ഇക്കണോമിക് സർവേയിൽ അതിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പരാമർശങ്ങൾ കണ്ടില്ല എന്നുള്ളത് നിരാശാജനകമാണ്. പക്ഷേ ബഡ്ജറ്റിൽ സ്ത്രീകളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി, സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിന്, ഹെൽത്ത് സെക്ടറിനും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനും വിദ്യാഭ്യാസത്തിനുമൊക്കെ വേണ്ടി കുറേ തുക ചിലവാക്കുകയും അതിനകത്ത് വർധന ഉണ്ടാവുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. അതിൽ തന്നെ സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിനും ശിശുക്കളുടെ ആരോഗ്യ സംരക്ഷണത്തിനും ഒക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. പിന്നെ ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഒരു പ്രശ്നമെന്ന് പറയുന്നത് വർദ്ധിച്ചു വരുന്ന അരാജകത്വം, യുവാക്കൾക്കിടയ്ക്കുള്ള മയക്കുമരുന്നിൻ്റെ ഉപയോഗം ഉൾപ്പെടെയുള്ള, അതുപോലെ പൊളിറ്റിക്കലായിട്ടും സോഷ്യലുമായിട്ടുള്ള അട്രോസിറ്റീസ്, ഇതൊക്കെ റെഡ്യൂസ് ചെയ്യുന്നതിന് ലോ ആൻഡ് ഓർഡർ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും അനിവാര്യമാണ്. അതൊക്കെ കൂടെ ഉണ്ടാകുമ്പോൾ ആണ് ഒരു ബഡ്ജറ്റ് സുരക്ഷിതമായിട്ട് ജനങ്ങൾക്ക് ജീവിക്കാവുന്ന ഒരു ചുറ്റുപാടിനെ ഉള്ള ഒരു രാജ്യമാക്കി മാറ്റുന്ന ഒരു ബഡ്ജറ്റാകുന്നത്. എന്തായാലും നല്ല രീതിയിലുള്ളൊരു ബഡ്ജറ്റ് വരട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.